IMF ധനസഹായത്തിന് പിന്നാലെ പാകിസ്ഥാന് ADB വായ്പയും. $800 മില്യൺ വായ്പയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പാകിസ്ഥാന് അനുവദിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് ADB നടപടി. വർഷങ്ങളായി പാകിസ്ഥാന്റെ നികുതി വരുമാനം കുറഞ്ഞു വരുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഭാരതം വായ്പ നൽകുന്നതിന് എതിർപ്പ് അറിയിച്ചത്. മാത്രവുമല്ല ഭീകരതയ്ക്ക് ഫണ്ട് ദുരുപയോഗം ചെയ്യുമെന്ന ആരോപണവും ഭാരതം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി ഐസൻ പറഞ്ഞോളൂ. തീർച്ചയായും $800 മില്യൺ വായ്പയാണ് ഇപ്പോൾ ADB, അതായത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പാകിസ്ഥാൻ അനുവദിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗം, അതായത് സർക്കാർ സാമ്പത്തിക രംഗം കൃത്യമായും വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് 300 കോടി. ബാക്കി അനുബന്ധ ചെലവുകൾ, മറ്റ് പദ്ധതി ചെലവുകൾക്കും വേണ്ടി $500 കോടി ഇനത്തിലാണ് ഈ രണ്ട് വായ്പകൾ അനുവദിച്ചിരിക്കുന്നത്. ഈ വായ്പകൾ അനുവദിക്കുന്നതിനെ ഭാരതം അതിശക്തമായി എതിർത്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ വായ്പ ഉൾപ്പെടെയുള്ള വായ്പകൾ ദുരുപയോഗം ചെയ്ത് ഭീകരതയ്ക്കായി വകം മാറ്റുന്നു എന്ന കടുത്ത ഒരു ആരോപണം തന്നെ, അല്ലെങ്കിൽ ഒരു നിലപാട് തന്നെ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ നിലപാട് നിലനിൽക്കെ തന്നെ ശക്തമായ ഈ നിലപാട് നിലനിൽക്കെ തന്നെയാണ് ADB ഈ വായ്പ നൽകുകയും ചെയ്തത്. ഇതിനെ അതിരൂക്ഷമായി ഭാരതം എതിർക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗം ഒരു തരത്തിലും വികസിക്കാത്തൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2018 മുതൽ 2023 വരെയുള്ള 5 വർഷ കാലയളവിൽ വലിയ തോതിലുള്ള ഇടിവ് നേരിട്ട ഒരു സാമ്പത്തിക രംഗമാണ്. GDP-യുടെ 13% നികുതി വരുമാനം ഇപ്പോൾ GDP-യുടെ 9.2% എന്നീ കണക്കുകളും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഭാരതം എതിർത്തത്. സാമ്പത്തിക പരിഷ്കരണ നടപടികൾ പ്രായോഗിക തലത്തിൽ പരാജയപ്പെടുകയാണ് പാകിസ്ഥാനിലെന്ന് ബോധ്യപ്പെടുത്തുകയും ഭാരതം ചെയ്തുവെങ്കിൽ കൂടിയും ഈ എതിർപ്പിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ADB വായ്പ അനുവദിച്ചിരിക്കുന്നത്. രാഖി.